ഈ വിശുദ്ധ പ്രഭവക്കാലം നിങ്ങളോട് വായിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഞാനല്ല ഇവിടെ വരേണ്ടതായിരുന്നു, എന്നാൽ കഴിഞ്ഞ ആഴ്ചയാണ് എൻ്റെ ലിസ്റ്റ് കിട്ടിയ പ്രകാരം ഞാൻ ഈ പാസ്റ്റർ വളരെ വർഷങ്ങൾക്ക് മുമ്പ് അറിയാം, രക്ഷിക്കപ്പെട്ട സമയം മുതൽ വിഴിഞ്ഞം സെക്ഷനിൽ ഒരുമിച്ച് പ്രവർത്തിപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപ ചെയ്തു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനൊന്നും ഞാൻ വാസ്തവത്തിൽ യോഗ്യനൊന്നുമല്ല, എന്നാൽ ഈ പുസ്തകമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. ഞാൻ ഗ്രഹിച്ച് പ്രവർത്തിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണ്. എന്നെ ഒരു മനുഷ്യനാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജിത മാറ്റി, ആ ലജ്ജയൊക്കെ മാറ്റി ഒരു മനുഷ്യനായി നിൽക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത് ഈ സത്യമേത പുസ്തകം. ഒരിക്കൽ പോലും ഈ പുസ്തകം കൊടുക്കുക ഞാൻ ഈ ഗ്രഹിച്ച് പ്രവർത്തിക്കാനുള്ള കാരണം അത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അവിടെ കോട്ടയം മെഡിക്കൽ കോളേജ്, നേരത്തെ ഇവിടെ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മുടെ ശലോമ സിസ്റ്ററൊക്കെ അറിയാം, അവിടെ സെക്രട്ടറി ആയിരുന്നു, അവിടെ നമ്മുടെ HD സൂപ്രണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നല്ല ഒരു അന്തരീക്ഷത്തിലൊക്കെ ആയിരുന്നു. ഒരുപാട് പേരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിക്കാനൊക്കെ ദൈവം ഈ വിലകിനെ എന്നെ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞ് പ്രൊമോഷനോടുള്ള ബന്ധത്തിലാണ് ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയത്. അവിടെയും കർത്താവിൻ്റെ വേല ജോലിയോടൊപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒത്തിരി ഞാൻ ഒരു സാക്ഷ്യത്തിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. പലരും എന്നെ കളിയാക്കി. ഞാൻ എൻ്റെ ഓഫീസിൽ ഒരു ബൈബിൾ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് പുസ്തകങ്ങളൊക്കെ കൊണ്ട് ഇടയ്ക്കൊക്കെ വായിക്കും. ഇപ്പോൾ ഈ PG ഹോസ്റ്റലിലാണ് ഞാൻ. വൈകിട്ട് താമസിക്കുന്നുണ്ടും കുറച്ച് ബൈബിൾ ഈവനിങ് ക്ലാസ്സിലൊക്കെ ഓൺലൈൻ പങ്കെടുക്കാൻ ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേര് എന്നെ കളിയാക്കാറുണ്ട്. സാറ് ഒരു നല്ല പോസ്റ്റിൽ ഒരു അക്കൗണ്ട്സ് ഓഫീസർ ആ പോസ്റ്റിലൊക്കെ ഇരിക്കുന്നതാണല്ലേ. സാറിൻ്റെ വൈഫ് നേരത്തെ പറഞ്ഞ ഡെപ്യൂട്ടി സെക്രട്ടറി ജോലി ചെയ്യുന്നു. എൻ്റെ മൂത്ത മകൾ ISRO ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകൾ LLB ഇപ്പം 4ാം വർഷം പഠിക്കുന്നു. പിന്നെ ഒരാളും കൂടെ എൻ്റെ +2 പഠിക്കുന്നു. ഇതൊക്കെ കൊണ്ട് എന്തിനാണ് ഈ പുസ്തകം എടുക്കുക എന്നുള്ള പലരും കളിയാക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യം വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നതുപോലെ എൻ്റെ സാക്ഷ്യം പറയുന്നതിന് മുമ്പായിട്ട് ഗിദെയോൻസിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. ഗിദെയോൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ വർഷവും അറിയാം. ഗിദെയോൻസ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഐക്യനിക്കൽ ഒരു സംഘടനയാണ്. ഇത് 1898 ഇത് സ്ഥാപിതമായത്. ഏകദേശം 127 വർഷത്തോളം പഴക്കമുള്ള നമ്മുടെ ഈ ലോകത്തിൽ 200 രാജ്യങ്ങളിൽ ഗിദെയോൻസിന്റെ മിനിസ്ട്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഭാരതത്തിൽ തന്നെ ഈ പ്രസ്ഥാനം കടന്നു വന്നത് ഇതൊരു സഭാ സംഘടനയല്ല. നേരത്തെ പറഞ്ഞതുപോലെ 1961 കേരളത്തിൽ വന്നത്. കേരളത്തിൽ ഞാൻ ഈ തിരുമല എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഇവിടെയും വേറൊരു ഏരിയയാണ്. ഓരോ ഏരിയയിൽ പ്രവർത്തിക്കുന്ന അവിടെ നമുക്കൊരു സെക്രട്ടറി ഉണ്ട്, ഒരു പ്രസിഡന്റ് ഉണ്ട്, ഒരു ട്രഷററുണ്ട്. ഇപ്പോൾ തിരുമല ഏരിയയുടെ ട്രഷററാണ് ഞാൻ ഗിദെയോൻസിന്റെ. അപ്പോൾ ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഒരു ചെറിയ ബൈബിൾ പോലും എനിക്ക് ഒരു വർഷം 50 ബൈബിൾ മാത്രം, 50 പുതിയ നിയമം മാത്രമേ ഓർഡർ ചെയ്യാൻ പറ്റും. അതും കാശ് കൊടുത്താൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച എൻ്റെ വൈഫിന്റെ പേരിൽ ഒരു 50 ബൈബിൾ 1000 രൂപ അടച്ചു. ചെറിയ ബൈബിളല്ല, പുതിയ നിയമം. കഴിഞ്ഞ വർഷം അങ്ങനെ ഈ 1000 രൂപ അങ്ങോട്ട് അടയ്ക്കുമ്പോൾ 50 പുതിയ നിയമം വരും. ഇതിൽ ഞാൻ 4-5 ബൈബിൾ എടുത്ത് ബാഗിനകത്തിട്ടാണ് റെയിൽവേസ് ഈ കോട്ടയം വഴിയൊക്കെ പോകുമ്പോൾ കുറച്ച് പേർക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ തരുന്ന ഓരോ അതായത് തരുന്ന സ്തോത്ര കാഴ്ചകളും മറ്റു കാര്യങ്ങളും കൊണ്ടാണ് ഗിദെയോൻസിൽ അടച്ച്. സാധാരണ നിങ്ങൾക്കറിയാം, വലിയ വലിയ ഹോട്ടലുകളിൽ മാത്രമാണ് പൂർണ്ണ ബൈബിൾ വയ്ക്കുന്നത്. പേഴ്സണലായിട്ട് നമ്മൾ ഏതെങ്കിലും കോളേജിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പ്, ഈ മേളകൾ നടക്കുന്നതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക്. പക്ഷെ ഫ്രീ ആയിട്ട് കിട്ടുന്നെങ്കിൽ കാശ് കൊടുക്കണം. അപ്പൊ ഈ കാശ് എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലെ വർഷത്തിലൊരിക്കൽ, കഴിഞ്ഞ വർഷം വേറെ ആരെങ്കിലും വരെ ഇവിടെ വന്നത്, ഓരോ വർഷത്തിലൊരിക്കൽ, ഇനി വരുന്നത് 2026 അടുത്ത് ഇതേ മാസങ്ങളിലായിരിക്കും. വർഷത്തിലൊരിക്കൽ മാത്രം ഒരു ചർച്ചിൽ പെർമിഷൻ മേടിച്ചിട്ടാണ് നമ്മൾ കടന്നു വരുന്നത്. സ്തോത്രം. ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ജയിലുകളിലുണ്ട്, ആശുപത്രിയുണ്ട്, പൊതുസ്ഥാപനങ്ങളുണ്ട്. നമ്മൾ ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഒത്തിരി പുതിയ നിയമങ്ങൾ കൊടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഇതിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാം. എങ്ങനെ പ്രവർത്തിക്കാം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഈ 66 പുസ്തകങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തീയ സംഘടനകളുണ്ട്. 72, 73 വേറെ ചർച്ചുകളുണ്ട്. അതൊന്നും ഗിദെയോൻസിന്റെ സംഘടനയിൽപ്പെട്ടതല്ല. ഈ 66 പുസ്തകങ്ങൾ നിങ്ങൾ കയ്യിലിരിക്കുന്ന സത്യവേദ പുസ്തകം വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ചർച്ചുകളിലുള്ളവർ ഒരുമിച്ച് കൂടുകയും അതിൽ നിന്നും ഉള്ളവരെ സെലക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്താണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വർഷം 2100 രൂപ അങ്ങോട്ട് അടയ്ക്കുമ്പോൾ മാത്രമാണ് ഇതിന്റെ മെമ്പർഷിപ്പ് കിട്ടുന്നത്. ഇതെല്ലാം അറിയാം, എല്ലാ വർഷവും നിങ്ങൾക്ക് ഇതൊരു കാര്യമാണ്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് ഈ ഗിദെയോൻസിൽ പ്രവർത്തിക്കാൻ പറ്റും. അതിന് വേണമെങ്കിൽ പാസ്റ്ററുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. രണ്ടാമതായി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയും. നിങ്ങളുടെ വെള്ളിയാഴ്ചകളിൽ, ശനിയാഴ്ചകളിൽ, ഇതുപോലെ തിങ്കൾ ചൊവ്വാഴ്ചകളിൽ പ്രാർത്ഥന ഒരു വരി ഗിദെയോൻസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച്. കാരണം ഈ പുസ്തകം ഞാൻ ഈ പറയാൻ കാരണം ഈ പുസ്തകമാണ് എന്നെ കർത്താവ് മാറ്റിമറിച്ചത്. ഞാനൊരു ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു, സ്വന്തമായി ക്ഷേത്രം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. പക്ഷേ സ്തോത്രം, ഈ പുസ്തകം കണ്ടത് മുതൽ, ഈ പുസ്തകം വായിച്ചത് മുതൽ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ. നമ്മുടെ ഗിദെയോൻസിൽ 100% പൈസയിൽ ഏകദേശം 60% പൈസ വരുന്നത് സ്തോത്ര കാഴ്ചകളിൽ നിന്ന് മാത്രമാണ്. ഓരോ വർഷവുമുള്ള സ്തോത്ര കാഴ്ചകൾ 60-65. അപ്പോൾ നമുക്ക് ഈ നാളുകൾ അതിനുവേണ്ടി കൂടുതലായി നിങ്ങൾക്ക് ഉള്ളത്, നേരത്തെ കർത്താവിദാസൻ പറഞ്ഞതുപോലെ, ഞാൻ പുറകിൽ നിന്ന് ബൈബിളുമായി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് നൽകാൻ കഴിയും. കഴിഞ്ഞ 10 ലക്ഷത്തോളം ബൈബിളാണ് നമ്മുടെ കേരളത്തിൽ മാത്രം, 10 ലക്ഷം എന്ന് പറഞ്ഞാൽ 5 കോടി രൂപയോളം ബൈബിളാണ് നമ്മുടെ കേരളത്തിൽ മാത്രം കൊടുക്കാൻ കഴിയും. എന്തുകൊണ്ട്? ഞങ്ങളുടെ കഴിവൊന്നുമല്ല. ഇപ്പം എല്ലാ മാസവും ഒരു പ്രാർത്ഥനയുണ്ട്. സെക്കൻഡ് സാറ്റർഡേ ഓരോ ഗിദെയോൻസിന്റെ ആ ഏരിയയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ ഓരോ വീടുകളിൽ മാറി മാറി വെക്കാറുണ്ട്. എല്ലാ വ്യാഴാഴ്ചകളിലും ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെയൊക്കെ നമ്മുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഒത്തിരി ഗിദെയോൻസിന്റെ കാര്യം പറയണമെന്ന് ഇരിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് നിന്ന സമയം കൊണ്ട് എനിക്കൊരു അല്പ സാക്ഷ്യവും പറഞ്ഞൊരു ചെറിയൊരു വചനവും കൂടെ പറയണമെന്നുണ്ട്. എനിക്ക് തന്ന സമയം എനിക്കറിയാം. അതുകൊണ്ട് പിന്നീട് നമുക്ക് സമയമുണ്ടെങ്കിൽ കൂടുതലായി നമുക്ക് പറയാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഞാൻ ഇവിടെ പോയാലും ഒരു 10-15 മിനിറ്റ് എൻ്റെ സാക്ഷ്യം പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ പലരും എന്നെ കളിയാക്കി പറയാറുണ്ട്, എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ പോയി, ഇങ്ങനെയൊക്കെ മറ്റുള്ളവർക്ക് പറയുമെന്ന് പറയും. അവിടെയൊക്കെ ഞാൻ ആദ്യം എൻ്റെ സാക്ഷ്യം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും യൂട്യൂബ് നോക്കുന്നവരുണ്ട്, നിങ്ങൾ കൂടുതൽ ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്, നിങ്ങൾക്ക് യൂട്യൂബ് എടുത്തിട്ട് ജസ്റ്റ് എൻ്റെ ഒരു പേരൊന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 21 മിനിറ്റുള്ള ഒരു സാക്ഷ്യം കേട്ട് യൂട്യൂബ് എടുത്തിട്ട്, പ്രത്യേകിച്ച് ലിങ്കൊന്നും വേണ്ട, കാരണം എൻ്റെ പേര് വേറെ ആർക്കും ഇല്ല. പ്രണീത് സുധൻ എന്നൊന്ന് അടിച്ചാൽ പ്രണീത് സുധൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു 21 മിനിറ്റുള്ള ഒരു സാക്ഷ്യം കിട്ടും. 1 ലക്ഷത്തോളം പേരാണ് അത് കണ്ടത്. 1 ലക്ഷത്തോളം പേര്. എനിക്കൊരു 1000 പേരെ പോലും കസ്റ്റഡി എനിക്ക് അറിയത്തില്ല. എന്നാൽ 1 ലക്ഷത്തിൽ പരം ആൾക്കാർ കണ്ടു. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഇതിൽ ചിലരൊക്കെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ സാക്ഷ്യം കേട്ടിട്ട്. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം അതാണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, അവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ ലേ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഒരിക്കൽ ഫോൺ വന്നു. അതൊരു എൻ്റെ ഫോണല്ല, കാഷ്വാലിറ്റിയിൽ വിളിച്ചിട്ട് പറയും ലേ സെക്രട്ടറി കണക്ട് ചെയ്യുമോ എന്ന് ചോദിക്കും. അങ്ങനെ ആ ഫോൺ നേരെ ലേ സെക്രട്ടറിക്ക് വന്ന്, എന്നിട്ട് എൻ്റെ അടുത്ത് ഒരു വ്യക്തി പറഞ്ഞു, സാറിൻ്റെ പേഴ്സണൽ നമ്പർ എനിക്കൊന്ന് തരാമോ, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. ഞാൻ പറഞ്ഞു, ഞാൻ കൊടുത്തു. രാത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനും ഒരു ഹൈന്ദവ വിശ്വാസിയായിരുന്നു, ഒരുപാട് അമ്പലങ്ങളിലും മറ്റു കാര്യങ്ങളിലൊക്കെ പോകുന്ന ഒരു വ്യക്തിയാണ്, പക്ഷേ സാറിൻ്റെ യൂട്യൂബിലുള്ള സാക്ഷ്യം കേട്ടിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരം വന്നത്. ഞാനിപ്പോൾ നമ്മുടെ ചാറാച്ചറ TPM ചർച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അത്രയും വലിയ വിശ്വാസം എനിക്കുണ്ടോന്ന് പോലും എനിക്കറിയത്തില്ല. അതുപോലെ ഒരാളുടെ സാക്ഷ്യം മറ്റുള്ള എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്തെന്ന് ചോദിച്ചാൽ, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു ചില പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ, ഈ പോസിറ്റീവ് വേർഡ്സ് പലർക്കും ഞാൻ എല്ലാ ദിവസവും അയച്ചു കൊടുക്കും. എൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഇതിൽ പ്രവർത്തിക്കാനുള്ള 1-2 കാരണം പറയാം. എൻ്റെ കൂടെയുള്ള പലരും ആത്മഹത്യക്ക് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, മെഡിക്കൽ ഒത്തിരി പേർ, സലോമിസൊക്കെ അറിയാം. എൻ്റെ കൂടെ ഉള്ളവർ, തലേ ദിവസം വരെ ഫോൺ വിളിച്ചിട്ടുള്ളവർ, അവരൊന്നും ആത്മഹത്യയുടെ ഒരു സൂചന പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പലരും മരിക്കുന്നതിന് മുമ്പ് ഞാനുമായിട്ട് കോണ്ടാക്ട് ഇല്ലെങ്കിലും മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ആ സാറിനെ എനിക്കൊന്ന് കിട്ടി വരുന്നെങ്കിൽ, ആ ഫോൺ നമ്പർ കിട്ടിയിരുന്നെങ്കിൽ. ഒരു 3-4 പേർ, ഒരു 4 പേരോളം പേർ, എൻ്റെ കൂടെ കോട്ടുകൽ പ്രൈമറി ഹെൽത്ത് സെന്റർ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മുടെ മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റിയിൽ ജോലി ചെയ്തിട്ടുണ്ട്, ബിജു അറിയാൻ പറ്റും. ഇങ്ങനെ ഒത്തിരി പേർ എന്നെ കാണണം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ അപ്പോൾ അവിടെ ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട്. ഞാനീ പറയാൻ കാരണം, പലരും നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു പാസ്റ്ററുണ്ട്, ഇല്ലേ? ഉണ്ട്. നിങ്ങൾക്ക് ഒരു ടെൻഷൻ വരുമ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ നിങ്ങളുടെ പാസ്റ്ററുണ്ട്. പക്ഷേ ഒരു ഹൈന്ദവനായ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു സഹോദരൻ, ഞാൻ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയം ചോറ് കൊണ്ടുവന്നിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ട് കഴിക്കാതെ പോകുന്നവരുണ്ട്. കാരണം ഈ അവിടെ വലിയൊരു ഡൈനിങ് ഹാളുണ്ട്. ഈ ഡൈനിങ് ഹാളിലിരുന്ന്
പലരും കഴിക്കും, പക്ഷെ ചിലർ അവിടെ കമ്പ്യൂട്ടറിന്റെ അടുത്ത് തന്നെ ഇരിക്കാറുണ്ട്. കൊണ്ടുവരുന്ന ചോറിനെ ഇങ്ങനെ ഞെക്കി 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 വെച്ചതിന് ശേഷം അവസാനം അടച്ചു വെച്ച് കൊണ്ട് കളയുന്നത്. ഞാൻ ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഈ ഉച്ച സമയം ഇങ്ങനെ എല്ലാവരും ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കറങ്ങി പോകാറുണ്ട്. അവരെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് ഞാൻ ചോദിക്കും എന്താ പ്രശ്നമെന്ന് ചോദിക്കും. വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ഉപദ്രവങ്ങൾ, കടപ്പാരം, മറ്റു കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു കാര്യം ഇതാണ്, ഹൈന്ദവരുടെ ഇടയിൽ, അക്രൈസ്തവരുടെ ഇടയിൽ, ഞാനും ഇതുപോലെ ദൈവത്തെ അറിഞ്ഞ വ്യക്തിയാണ്, അങ്ങനെ ഉള്ളവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. വാസ്തവത്തിൽ നിങ്ങൾ എന്നോട് പിണങ്ങരുത്, നിങ്ങളെക്കാളും എനിക്ക് ഇഷ്ടം എനിക്ക് മറ്റുള്ളവരെയാണ്. ഒരു മുസ്ലിം സഹോദരനെ അവർക്ക് ഒരു OP ടിക്കറ്റ് എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സർജറി കുറച്ച് നീട്ടി വെച്ചാൽ സർജറി കുറച്ച് നേരത്തെ ആക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു ICU ഒരു വെന്റിലേറ്ററോ വേണമെങ്കിൽ പെട്ടെന്ന് റെഡിയായി കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അവരുമായി പേഴ്സണലായിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും. ചായ ഇഷ്ടമില്ലെങ്കിൽ അവരോടൊപ്പം പോയി ഒരു ചായയെ കുടിച്ച് അവരുമായി ഒരു ഫ്രണ്ട്സ് ആയതിനു ശേഷം ഒരു നല്ല ഒരു പോസിറ്റീവ് വേർഡ്സ് ഒക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ട് പതുക്കെ യൂട്യൂബിലുള്ള ഇതൊക്കെ അയച്ചു കൊടുത്ത് എൻ്റെ സാക്ഷിയൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയാണ് കർത്താവ് എനിക്ക് തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവ് എന്നെ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് വിക്കുണ്ടായെന്നുള്ള കാര്യം ആർക്കെങ്കിലും അറിയാമോ? ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വിക്കി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ വേഗം എൻ്റെ സാക്ഷ്യം ഞാൻ പറയാം. ഒരു യൂട്യൂബിലുള്ളത് ഇല്ലാത്തത് മാത്രം ഞാൻ പറയാം. ഭയങ്കര വിക്കുള്ളത്. ഞാൻ എങ്ങനെ സ്കൂളിലാണ് പഠിച്ചത്. ഈ പഠിക്കുന്ന സമയത്ത് ഇത് ഒരു 10-40 കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കും. ഈ സാർ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ചോദിക്കും, ഏതെങ്കിലും ചോദ്യത്തിന് ഇങ്ങനെ ഇരുന്നിട്ട് പറയും, ഇന്ന ചോദ്യത്തിന് ആൻസർ അറിയാമോ എന്ന് ചോദിക്കും. ഏറ്റവും പുറകിലായിരിക്കും ഞാൻ ഇരിക്കുന്നത്. ഏറ്റവും പുറകിലിരിക്കുമ്പോൾ ഉടൻ ഞാൻ പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് ഇങ്ങനെ കൈ പോക്കും. ഉടൻ തന്നെ ടീച്ചർ പറയും, എഴുന്നേറ്റത് പ്രണീത സുധനല്ലേ, ഒരു പേപ്പറിൽ എഴുതി തന്നാൽ മതി എന്ന് പറയും. നിങ്ങളിൽ പലരും ചിരിക്കുന്നത് പോലെ EMS ഒരു ആൻസർ പറഞ്ഞ് എങ്ങനെ ഇരിക്കും? അവിടെ നിന്ന് ഒരു ആൻസർ അറിയാമെങ്കിലും എനിക്ക് പറയാൻ പറ്റത്തില്ല, എൻ്റെ പേരെനിക്ക് പറയാൻ പറ്റത്തില്ല. അത്ര എനിക്ക് വിക്കായിരുന്നു, ഭയങ്കര വിക്കായിരുന്നു. ഈ ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 39 കുട്ടികളിൽ ടീച്ചർ പൊട്ടി ചിരിക്കും. വിക്കനായ എനിക്ക് ഒരു ആൻസർ അറിയാമെങ്കിലും പറയാൻ പറ്റാത്തൊരു അവസ്ഥ. അവിടെ നിന്ന് ഞാൻ കരയുന്ന ഞാൻ മാത്രം കരയും, ടീച്ചറും ബാക്കി കുട്ടികളെല്ലാം ചിരിക്കും. നിങ്ങൾക്ക് കേൾക്കണമോ? ഞാൻ ഈ പറഞ്ഞ എൻ്റെ 8ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. വീണ്ടും ഞാൻ അവിടെ വെച്ച് ലജ്ജിതനായി സ്റ്റേഡിയത്തിൽ പോയി എല്ലാവരും കളിക്കുമ്പോൾ ഞാൻ മാറിയിരുന്ന് കരയും. കാരണം എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം എനിക്കൊരു ആൻസർ അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് പറയാൻ പറ്റിയില്ല. ആ സങ്കടം തീർക്കാതെ വീണ്ടും ഞാൻ അവിടെ ഒരു 5 കിലോമീറ്റർ നടക്കണം. പൂങ്കുളത്തോടെ വെങ്ങാനൂർ ടു പൂങ്കുളം 5 കിലോമീറ്ററാണ്. അന്നൊന്നും പൈസയൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അങ്ങനെ നടന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് പോയി ചെന്നിരുന്ന് കരയും. അമ്മ ഇതേപോലെയാണെന്ന് പറയും. എൻ്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് വീണ്ടും പറയും, മക്കളെ അത് കുഴപ്പമില്ല, വിക്കെല്ലാം മാറുമെന്ന് പറയും. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കോലം കുത്തിയതുപോലെ നിന്നാപാത്രമായി തീർന്ന എൻ്റെ ജീവിതത്തിലേക്ക് യേശു എന്ന് വന്നു അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. എൻ്റെ പിതാവ്, നിങ്ങൾക്ക് കേൾക്കണമോ? മദ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയാമോ? ജ്യൂസ് സ്കോഷ് ഒന്നുമല്ല. മദ്യം എന്ന് പറഞ്ഞാൽ അറിയാമോ? ഈ മദ്യം എന്ന് പറയുന്ന ഒരു പ്രത്യേകത, ഈ മദ്യപിക്കുന്നവർ ആടി എങ്ങനെയെങ്കിലും ഒരു പൊതിയും കൊണ്ടൊക്കെ വീട്ടിൽ വരും, ഇല്ലേ? സാധാരണ മദ്യപിക്കുന്നവർ. എൻ്റെ പിതാവ് അങ്ങനെ മദ്യപിക്കുന്നവർക്ക് ഇന്ന് വരെ ഓസ്കർ അവാർഡ് കൊടുത്തതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ എൻ്റെ പിതാവിന് കിട്ടുമായിരുന്നു. കാരണം ഈ മദ്യപിക്കുന്നവർ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് വരും. പക്ഷെ എൻ്റെ പിതാവ് അങ്ങനെ വരുന്ന ആളല്ല. ഈ രാജാക്കന്മാരെ മഞ്ചലിൽ കൊണ്ടുവരുന്ന ഒരു ചുമന്നൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. അത്രമാത്രം മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ പിതാവ്. ഞാൻ ഈ പറയുന്ന വസ്തു, എനിക്ക് പ്രസംഗ ശൈലിയൊന്നുമില്ല. ഞാൻ ഇങ്ങനെയാണ് സാധാരണ പ്രസംഗം. എനിക്ക് ഈ പാസ്റ്റർ പ്രസംഗിക്കുന്ന പോലെ അങ്ങനെ പ്രസംഗിക്കാമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ അനുഭവം വേഗത്തിൽ പറയാം. മുള്ളിന്റെ മൂട്ടിൽ മുള്ളേ കുരുക്കോ എന്ന് പറഞ്ഞ ലോകം മുഴുവൻ വിധി എഴുതി. ഹല്ലേലൂയ. സ്വന്തമായി 4.5 ഏക്കർ വസ്തു ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടഭോജന മദ്യമായതുകൊണ്ട് ഒരു 80 സെന്റ് വസ്തുവും 2 ചെറിയ വീടും, ഒരു അച്ഛൻ വെച്ച വീടും, ഒന്നിന് അപ്പൂപ്പൻ എൻ്റെ അച്ഛന് കൊടുത്ത വീട്, അങ്ങനെ 2 കുഞ്ഞു വീട്, ഒരു ഓലയിട്ട വീടും ഒരു ഓടിട്ട വീടും ഒരു 80 സെന്റ് വസ്തുവും മാത്രം സമ്മാനിക്കവേ എൻ്റെ പിതാവ് എനിക്ക് 12 വയസ്സുള്ളപ്പോൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ സഹോദരിക്ക് 10 വയസ്സ്, എനിക്ക് 12 വയസ്സ്. എൻ്റെ അമ്മയുടെ വയസ്സ് നിങ്ങൾക്ക് കേൾക്കണമോ? 31 വയസ്സാണ്. 31 വയസ്സുള്ള എൻ്റെ അമ്മ വിധവയായി. 31 വയസ്സുള്ള ഒരു വിധവയും 12ഉം 10ഉം വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. 49 വയസ്സുള്ള എൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അച്ഛനും അമ്മയും തമ്മിലുള്ള വ്യത്യാസം 18 വയസ്സിൻ്റെ വ്യത്യാസം. ഇന്നും അങ്ങനെയൊന്നും പറ്റത്തില്ല. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു.
ലോകത്തിലെ ഈ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ അമ്മ വിധവയായ ഈ അമ്മ എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല. ലോകത്തിലുള്ളവർ പറഞ്ഞു ഇതോടെ ഈ കുടുംബം തകർന്നു പോയി, ഇതോടെ നശിച്ചു പോയി. ഞാൻ എൻ്റെ വിക്ക് മാറുവാൻ 6 വർഷം ശബരിമലയിൽ പോയി. 6 വർഷം. എല്ലാവരും ഇന്ന് സാധാരണ ശബരിമലയിൽ പോകുന്നതല്ല. ഇന്നാണെങ്കിൽ എൻ്റെ അടുത്ത് പറയും, സാറേ ഒരു ദിവസത്തെ ഒരു ലീവ് വേണം, ക്യാഷ് ലീവ്. എന്തിനാ? ശബരിമലയിൽ പോയിട്ട് വരാനാണ് പറയും. ഞാൻ അങ്ങനെ പോയിട്ടുള്ള വ്യക്തിയല്ല. സ്വന്തമായി പ്രത്യേകിച്ച് ഗുരുത്തോല പന്തലൊക്കെ ഇട്ട് വെളിയിൽ പ്രത്യേകിച്ച് കിടന്ന് പ്രത്യേകിച്ച് ഭക്ഷണം ഉണ്ടാക്കി വ്രതമെടുത്ത് പോയ വ്യക്തിയാണ്. ഈ ശബ്ദം എനിക്കറിയാം, റെക്കോർഡ് ചെയ്യണമെന്നറിയാം. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും ഹൈന്ദവ സ്നേഹിതരുണ്ടെങ്കിൽ, മറ്റു മതത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുവാനോ നിങ്ങൾ വിശ്വസിക്കുന്നത് തെറ്റാണെന്ന് സമർത്ഥിക്കുവാനല്ല, ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. 6 വർഷം ഞാൻ വ്രതമെടുത്ത് ശബരിമലയിൽ പോയി. എൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തിയില്ല. ഒരു ഉപവാസ പ്രാർത്ഥനയിലാണ് ദൈവം എൻ്റെ വിക്കിനെ ദൈവം മാറ്റുന്നത്. ഹല്ലേലൂയ. എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുവാൻ പ്രേരിപ്പിച്ചത് ഈ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എവിടെയും പോയി പറയും, യേശു മാത്രമാണ് ദൈവം എന്ന് പറയും. യേശു മാത്രമാണ് എൻ്റെ രക്ഷിതാവെന്ന് ഞാൻ ഉറക്കെ പറയും. കാരണം എൻ്റെ അനുഭവത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. ഞാൻ എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ പറയാം. സ്വന്തമായി ഒരു 80 സെന്റ് വസ്തുവും ഒരു ഓലയിട്ട വീടും ഓടിട്ട വീടും മാത്രമായിരിക്കുന്ന സമയം, അതിൽ നിന്നാണ് 10 സെന്റ് സ്ഥലം അസംബ്ലിയുടെ ചർച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ കൊടുത്തെന്ന് പറയാൻ വരില്ല. ഒരു 50 സെന്റ് സ്ഥലം എൻ്റെ സഹോദരിക്ക് കൊടുത്തു. ബാക്കി 30 സെന്റിൽ 10 സെന്റാണ് ചർച്ചിന് കൊടുത്തിട്ട് ബാക്കി 20 സെന്റ് സ്ഥലം ഇന്നും എനിക്ക് അവിടെ ഉണ്ട്. പൂങ്കുളത്ത് എൻ്റെ അമ്മയൊക്കെ അവിടെ ഉണ്ട്. എനിക്ക് ഇപ്പോഴും പള്ളിയിലാണെങ്കിലും AG ചർച്ച് പൂങ്കുളത്തിലാണെങ്കിലും എൻ്റെ ശുശ്രൂഷയോട് ഇപ്പോഴും എൻ്റെ മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഇവിടെ ഈ ഡോറിൽ കയറുന്നതിന് മുമ്പ് ഒന്നുകൂടി അമ്മയെ വിളിച്ചിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. ഹല്ലേലൂയ. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാം നശിച്ചു പോയി. ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെ മുന്നോട്ട് പോകണം. സ്വന്തമായി ഇങ്ങനെ പലയിടത്ത് പെയിന്റിംഗ് പണിക്ക് പോയി, ആശാരി പണിക്ക് പോയി, ഇങ്ങനെ പല കൊത്തപ്പണിക്ക് പോയി, പല പണിക്കും പോയി. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ കട്ടിച്ച് ഞാൻ ഡിഗ്രി വരെയൊക്കെ പോയെന്ന് മാത്രമല്ല, SSLCക്കൊക്കെ വളരെ മാർക്ക് കുറവായിരുന്നു. പിന്നെ ഡിഗ്രിക്കൊക്കെ കട്ടിച്ച് പാസ്സായി. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു എങ്ങനെ എൻ്റെ സഹോദരി വളർന്നു വരുന്നു, അവരുടെ കല്യാണമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ വിചാരിച്ചു ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുക. ഓലയിട്ട വീടിനെക്കാളും ഓടിട്ട വീട് വാടകയ്ക്ക് കിട്ടും, കുറച്ചുകൂടെ പൈസ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ഏറ്റവും ഇടിഞ്ഞു വീഴാറായ ഓലയിട്ട വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരിയും താമസിച്ചിട്ട് കുറച്ചുകൂടി നല്ല വീടായ ഓടിട്ട വീട് വാടകയ്ക്ക് കൊടുത്തു. ആ ഓടിട്ട വീട്ടിൽ വാടകയ്ക്ക് വന്ന വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ, വെണ്ണിയൂർ അസംബ്ലീസ് ചർച്ചിൽ ഇട മീറ്റിംഗിൽ വരികയും വെണ്ണിയൂർ CSI ചർച്ചിൽ അവിടെ മെമ്പർഷിപ്പ് ഉള്ള വ്യക്തിയുമായ സുഖബ്രദർ അറിയാം. സുഖബ്രദർ ബിന്ദു സിസ്റ്റർ പാസ്റ്റർക്ക് അറിയാം. പാസ്റ്റർ ആ കാലഘട്ടത്തിൽ വെളിയ സെക്ഷനിൽ ഉണ്ടായിരുന്നു. അവരാണ് കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ പോകുന്നത്. അവർ വന്നപ്പോൾ ഞാൻ എന്നെ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ, ഞാൻ വർഷങ്ങളായി മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഗണപതിക്ക് ഇങ്ങനെ ചാണകമൊക്കെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നേരെ സൂര്യ നമസ്കാരം ചെയ്യും. അത് രാവിലെ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് പോകും. ജോലിക്ക് പോയതിന് ശേഷം വൈകിട്ട് വന്നിട്ട് നേരെ ചാമുണ്ടേശ്വരി ക്ഷേത്രം പോകും. അവിടെ ചാമുണ്ടേശ്വരി ക്ഷേത്രം ഇന്നുമുണ്ട് അവിടെ പൂങ്കുളത്തോട്ട്, ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്. അവിടെ പോയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്, അവിടെ അമ്പലം മുഴുവൻ വൃത്തിയാക്കും, മൊത്തം തൂത്തെല്ലാം വൃത്തിയാക്കും. എന്നിട്ട് അവിടെ പൂജാരിക്കുള്ള കാര്യങ്ങളെല്ലാം കഴിയും. ഞാനൊരു അസിസ്റ്റന്റ് പൂജാരിയായിട്ടാണ്, എന്നാൽ ദൈവം തന്നെ പിന്നീട് ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. അവിടെ മുഴുവനും അമ്പലമെല്ലാം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷം അവിടെ നിന്ന് ഒരല്പം പായസമായിട്ട് നേരെ വീട്ടിൽ വന്ന് കിണറിൽ നിന്ന് വെള്ളം എടുത്ത് കോരി തലവഴി എടുത്ത് ഒഴിച്ച് ഒരു തോർത്തും എടുത്ത് തല പോലെ തോർത്താ നേരെ എൻ്റെ മുറിയിലോട്ട് പോകും. എൻ്റെ മുറി എന്ന് പറയുന്നത് പൂജാമുറി, ബെഡ്റൂമാണ്. എൻ്റെ ബെഡ്റൂമാണ് പൂജാമുറി. ആ പൂജാമുറിയുടെ ഒരു പ്രത്യേകത, ഒരു ചുവര് നിറച്ച് ഫോട്ടോ, ബാക്കി നാല് ചുവരുകൾ, ഒരു ചെറിയൊരു മേശ, ഒരു കട്ടില്, 40 വാട്ട്സിന്റെ സാധാരണ ബൾബ്. ഇത്രയും ബൾബൊക്കെ ഉണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ ക്രിസ്മസിനും ഇൻക്യുബേറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാറിലൊക്കെ ഇടുന്ന പോലത്തെ സാധാ ഒരു മഞ്ഞടിച്ച ഒരു ബൾബ് മാത്രമാണ് അന്ന് എൻ്റെ മുറിയിൽ ഉണ്ടായിരുന്നത്. ഞാൻ അതൊക്കെ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ആ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു. ഒരു മഞ്ഞ കളറിൽ, വലിയ വെളിച്ചമൊന്നുമില്ല, ഒരു മഞ്ഞ കളറിൽ സാധാരണ വെളിച്ചമുള്ള ബൾബും ഒരു കട്ടിലും ഒരു മേശയും. പിന്നെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ ഫോട്ടോകളിലെല്ലാം 15 വാട്ട്സിന്റെ ബൾബ് ഇട്ടിട്ടുണ്ട്. പച്ച, നീല, ചുമപ്പ്, മഞ്ഞ, ഇങ്ങനെ പല കളർ എല്ലാ ഫോട്ടോ. ഒരു ചുവരിൽ ഒരു 10-15 ഫോട്ടോകൾ കാണും. എല്ലാ ഫോട്ടോകളിലും കളർ ബൾബ് ഇട്ടിട്ടുണ്ട്. നടുക്കൊരു ശിവലിംഗമുണ്ട്. പിന്നെ വിളക്ക്
എത്തിക്കുന്നു. ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരിക്കൽ അവരിങ്ങനെ നോക്കി. എന്നിട്ട് ഈ പൂജയെ കഴിഞ്ഞിട്ട് ഒരു 8:30 മണി കഴിയുമ്പോൾ ഞാനിങ്ങനെ കയ്യിൽ ഒരു കിണ്ടിയിൽ വെള്ളവുമായി ദേഹത്ത് മുഴുവൻ ഭസ്മവും ചന്ദനമൊക്കെ പൂശി ഇങ്ങനെ വീട്ടിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ തളിക്കും. ഇങ്ങനെ വെള്ളമൊക്കെ തളി. ഇതൊക്കെയാണ് എൻ്റെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ. ഇത് കണ്ടിട്ട് അവരെ ഒരു കാസറ്റ് തന്നു. ഈ കാസറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ യൂട്യൂബിൽ എടുത്തിട്ട് അരവിന്ദാക്ഷ മേനോൻ എന്ന് അടിച്ചാൽ കിട്ടുമായിരിക്കും. ഫോട്ടോ വെബ്സൈറ്റിൽ അദ്ദേഹം ഇതില്ല. അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യമാണ്, ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. അതിലൊരു മേനോൻ കുടുംബത്തിലെ അരവിന്ദാക്ഷ മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വന്തമായി കുടുംബക്ഷേത്രം ഉണ്ടായിരുന്നു. പിന്നീട് നിരീശ്വരവാദിയായി. പിന്നീട് കർത്താവിനെ കുറിച്ച് പ്രജാപതിയെ കുറിച്ചൊക്കെ ഈ വേദങ്ങളിലൂടെ പ്രജാപതി ആരാണെന്ന് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയ ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു സാക്ഷ്യം അത്രയേ ഉള്ളൂ. ആ കാസറ്റ് എന്ന് പറഞ്ഞാൽ ആഡിയ കാസറ്റാണ്. ഇന്നത്തെ പഴയ ആൾക്കാർക്ക് അറിയാം, പുതിയ പിള്ളേർക്കാണ്. ഇവിടെ അതിങ്ങനെ തുറന്നിരിക്കും, ഒരു ഫിലിം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിങ്ങനെ ബാഹുബലി ഇങ്ങനെ തുറന്നു വരും, അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഒരു അരമണിക്കൂർ ഇങ്ങോട്ട് ഓടും. അത് കഴിഞ്ഞ് ഇളക്കി തിരിച്ചിട്ട് കൊടുത്താൽ ബാക്കി അരമണിക്കൂർ തിരിച്ച്. അങ്ങനെ 1 മണിക്കൂറുള്ള ഒരു സാക്ഷ്യം. രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കാസറ്റ് ഞാൻ ഇട്ടു. ആ കാസറ്റിൽ എന്തൊക്കെയോ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ബാക്കി കേട്ടിട്ട് കിടന്ന് ഉറങ്ങണമല്ലോ. അതുകൊണ്ട് കുറെ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഉറങ്ങണമെന്നുള്ളത് കൊണ്ട് ആ കാസറ്റ് തിരിച്ചിട്ടു. ഈ കൈ അറിഞ്ഞുകൊണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം, ഈ കൈ അറിഞ്ഞുകൊണ്ട് ആ കാസറ്റ് തിരിച്ചിട്ടു. എന്നാൽ ഞാൻ അറിയാതെ, എൻ്റെ മനസ്സോ എൻ്റെ ശരീരവും അറിയാതെ ഓരോ പ്രാവശ്യവും ഈ കാസറ്റ് ഞാൻ തിരിച്ചും മറിച്ചും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ല. സാധാരണ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് വീണ്ടും നമുക്കൊരു കോമഡി ഇഷ്ടമുണ്ടെങ്കിൽ അത് വീണ്ടും നമ്മൾ കാണാൻ ശ്രമിക്കും. പക്ഷേ ഒരു ഇഷ്ടവുമില്ലായിരുന്നിട്ട് ഞാൻ വെളുപ്പാങ്കൽ ഒരു 5-6 മണിക്കൂർ കണ്ടിന്യൂസ് ആണ്. അത് എന്തിനു കേട്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്നും നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ വെളുപ്പാങ്കൽ ഒരു 5 മണിയോടുള്ള ബന്ധത്തിൽ, 5-5:30 മണിയോടുള്ള ബന്ധത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി 10 മണിക്ക് ഇട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത്രയും സമയം കേട്ടിട്ട് ഞാൻ ആ പൂജാമുറിയിൽ നിന്ന് മുട്ടുകുത്തി ആ അരവിന്ദാക്ഷ മേനോൻ പ്രാർത്ഥിച്ചതുപോലെ ഞാൻ പ്രാർത്ഥിച്ചു. അല്ലയോ യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വരണമേ. വാസ്തവത്തിൽ ഞാൻ ഈ വിളക്കിങ്ങനെ കത്തിക്കണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു നിരീശ്വര ചിന്തയുണ്ട്. കാരണം ഇതൊന്നും ദൈവങ്ങളല്ല. ഇതൊക്കെ ദൈവങ്ങളാണെങ്കിൽ എൻ്റെ പിതാവ് ഒരിക്കലും ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പാട് വരത്തില്ലായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും പ്രതികൂലം. വാസ്തവത്തിൽ പേടിച്ചാണ്. വിളക്കുകൾ വർഷം തോറും കത്തിച്ചിട്ട് ഒരു ദിവസം കത്തിക്കാതിരുന്നാൽ ഈ ദൈവങ്ങൾ തിരിച്ചു കോപിക്കുമല്ലോ എന്ന് വിചാരിച്ച് മനസ്സോടാണ് ഈ നാളുകൾ കത്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ നിങ്ങൾക്ക് കേൾക്കണമോ, അവിടെ നിന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണ് തുറക്കുവാൻ പറ്റാത്ത വിധമുള്ള അത്യുജ്വലമായ വെളിച്ചം എന്റെ ജീവിതത്തിലേക്ക് യേശുവേ ഒന്ന് കടന്നു വരണമേ. ഞാൻ പലപ്പോഴും ആത്മഹത്യ ചെയ്യണം, ഇല്ലെങ്കിൽ മറ്റൊരാളെ കൊല്ലണം എന്നുള്ള ചിന്തകളുമായി മാത്രം മുന്നോട്ട് പോകുന്ന എന്റെ ജീവിതത്തിലേക്ക് ഒരു ഭയങ്കര വെളിച്ചം വന്നു. വാസ്തവത്തിൽ 15 വാട്ട്സിന്റെ കുറച്ച് ബൾബുകളും ഒരു 40 വാട്ട്സിന്റെ ഒരു മഞ്ഞളിച്ച ഒരു ബൾബ് മാത്രം ഉണ്ടായിരിക്കെ ആയിരക്കണക്കിന് LED ബൾബുകൾ ഒരുമിച്ച് എന്റെ ശരീരത്തിൽ എങ്ങനെ വരും? അത്രയും വെളിച്ചം എന്റെ ശരീരത്തിലേക്ക് വന്നു. ഭയങ്കര സമാധാനം. അതിനുശേഷം എനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു 50 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ഞാൻ പെട്ടെന്ന് 25 കിലോ വെയിറ്റ് ആയിട്ട് മാറി. പെട്ടെന്ന് എന്റെ വെയിറ്റ് അങ്ങ് കുറഞ്ഞു. ഒരു യേശു എന്തൊക്കെയാണെന്ന് എന്റെ മനസ്സിലൊരുന്നത്. ഞാൻ പെട്ടെന്ന് ആരോടെ പറഞ്ഞില്ല, എന്റെ അമ്മയോട് പറഞ്ഞില്ല, എന്റെ സഹോദരിയോട് പറഞ്ഞില്ല. എന്റെ കൊച്ചിച്ചൻ അവിടെ സായിബാബ ആശ്രമം ഇട്ടിരിക്കുന്ന വ്യക്തിയാണ്, സ്വാമിയാണ്. അപ്പൊ എവിടത്തൊക്കെ പറഞ്ഞ അപ്പോഴേ എന്നെ തട്ടിക്കളയും. അതുകൊണ്ട് ആരുടെ പറയാതെ ഞാൻ ഒരു ഞായറാഴ്ചയൊക്കെ കോളേജിൽ CSI തരത്തിൽ പോയി. അത് ഇഷ്ടപ്പെട്ട് ബാക്കിൽ ഇരിക്കാം, നല്ല അച്ഛൻ എന്തൊക്കെ പറയും, നമ്മൾ കുഴപ്പമില്ല, തിരിച്ചു വരാം. അത് കഴിഞ്ഞ് ഞാൻ പാലപ്പൂര് പാലപ്പൂര് അവിടെ ഒരു RC ചർച്ച ഉണ്ട്. അവിടെ ഈ മുട്ടുമേൽ വയ്ക്കാൻ മുട്ടൊന്നും മേടിക്കില്ല, അവിടെ നല്ല സ്പോഞ്ച് ഉണ്ട്. അവിടെ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അന്നേ ഞാൻ തീരുമാനമെടുത്ത ഒരു കാര്യമാണ്, ഏത് ചർച്ചയിൽ പോയാലും ബന്ധുക്കോസ് പള്ളിയിൽ മാത്രം പോകത്തില്ല. എനിക്ക് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ഫ്രാങ്കായിട്ട് അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ്. നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. എന്റെ ഭാര്യയുടെ അമ്മയുടെ ബന്ധുക്കളാണ്. ഭാര്യയുടെ അമ്മയുടെ അമ്മ പോലും കാതുകുത്തിയിട്ടില്ല. അത്രയും പാരമ്പര്യമുള്ള ഒരു പെന്തക്കോസ് കുടുംബത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോകും. എന്നെ കേൾക്കുന്ന പ്രിയ കർത്താവിന്റെ കുഞ്ഞുങ്ങളെ, നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കർത്താവിന്റെ പദ്ധതികൾ എന്ന് പറയുന്നത്. ദൈവത്തിന് ഒരു മനുഷ്യനെ വേണമെങ്കിൽ നീ ഏതറ്റം വരെ ഒളിച്ചിരുന്നാലും, എത്ര പിന്മാറിപ്പോയെന്ന് പറഞ്ഞാലും ദൈവം ഭൂമിയിലെടുക്കും. ഉത്തമ ഉദാഹരണമാണ് ഞാൻ. ഹല്ലേലൂയ. ഈ കർത്താവിനെ കുറിച്ച് പ്രസംഗിക്കാനൊന്നും വാസ്തവത്തിൽ ഒരു യോഗ്യതയുമില്ലാത്ത വ്യക്തിയാണ്. എന്നാൽ
കർത്താവിന് എന്തുകൊണ്ടോ എൻ്റെ അടുത്ത് ഞാൻ സ്നേഹിക്കുന്നതിനേക്കാളും എന്നെ കൂടുതലായി സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ പിതാവ് എന്നെ എടുത്തിട്ട് പോലുമില്ല എൻ്റെ ഓർമ്മയിൽ. എന്നാൽ എന്നും എന്നെ ഓമനിച്ചു കൊണ്ടുപോകുന്ന ഒരു യേശു ഇന്ന്. ഹല്ലേലൂയ. ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. നിങ്ങൾ സ്വന്തം, എനിക്ക് സമയമില്ല. എനിക്ക് ചെറിയ വചനം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. പിന്നീട് ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു സംഭവം കൂടെ ഞാൻ പറയാം. പിന്നീട് ഞാൻ ഈ അശ്ലീല പോസ്റ്ററുകൾ, അല്ലെങ്കിൽ വൃത്തികെട്ട കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പലപ്പോഴും എനിക്ക് ഇഷ്ടമായിരുന്നത്. പക്ഷേ യേശു എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ഈ കൺവെൻഷൻ നോട്ടീസൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ചില പോസ്റ്ററുകൾ, ഒരു പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രദർ റാംബാബു, അല്ല ഇങ്ങനെയാണ്, പുത്തരിക്കണ്ടത്ത് റാംബാബു ദൈവവചനം സംസാരിക്കുകയാണ് 1997. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട അതിനേക്കാൾ ഒരു കുഞ്ഞു വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, കർണാടകയിൽ നിന്നുള്ള ബ്രാഹ്മണനായ സായി റാംബാബു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് ഒരു പക്ഷെ റാംബാബു കർത്താവ് ഇങ്ങനെ ദൈവം സംസാരിക്കുന്ന ഒരു കാര്യമില്ല, ആരാണെന്ന് എനിക്ക്. പക്ഷെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്, ഈ കർണാടകയിലുള്ള ബ്രാഹ്മണനായ സായി റാംബാബു എന്തിനാണ് ഇവിടെ വരുന്നത്? ആരുടെ പറയാതെ, അമ്മയോടോ എൻ്റെ സഹോദരിയോ ഒക്കെ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് പറയാതെ എൻ്റെ മനസ്സിൽ ചിന്ത, ഈ ബ്രാഹ്മണനായ കർണാടകയിൽ നിന്നുള്ള ഈ സായിറാം ബാബു എന്തിനാണ് ഇവിടെ വരുന്നത്? ഞാൻ ആരുടെ പറയാതെ ഞാൻ കൺവെൻഷൻ്റെ 3 ദിവസം ഈസ്റ്റ് പോർട്ട് ബസ്സിൽ കയറിയുള്ളൂ. അവിടെ നോക്കിയപ്പോൾ ഭയങ്കര വെളിച്ചം എന്ന് പറഞ്ഞാൽ ഈ ആയിരക്കണക്കിന് ബൾബുകൾ ഇങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് ബോക്സ് എല്ലാം വെച്ചിട്ടുണ്ട്. നോക്കിയപ്പോൾ സ്റ്റേജിൽ നിറച്ച ആൾക്കാരുണ്ട്. സ്റ്റേജിലുള്ള ഒരു മനുഷ്യർ പോലും കസേര ഇരിക്കുന്നില്ല. കസേരയുണ്ട്, ഈ ഒത്തിരി കസേരയുണ്ട് ഓഡിയൻസിന്റെ അവിടെയും കസേരകളിൽ ആരും ഇരിക്കുന്നില്ല. എല്ലാവരും ഇങ്ങനെ എന്തൊക്കെ കയ്യൊക്കെ ഉയർത്തി എന്തൊക്കെ ഭാഷയൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ നേരത്തെ പാസ്റ്റർ പറഞ്ഞ വെളിച്ചമുള്ള സ്ഥലത്ത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും കാണുമല്ലോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത്, ഇരുട്ടുള്ള സ്ഥലം ഇങ്ങനെ നോക്കി. ഇരുട്ടുള്ള സ്ഥലം നോക്കിയപ്പോൾ ഈ കമ്പി പോലെ ഇങ്ങനെ സ്റ്റാൻഡ് പോലെയൊക്കെ അടുക്കി വെച്ചിട്ട് ബോക്സ് അടുക്കി വെച്ചിട്ടുണ്ട്. ബോക്സിന്റെ അടിഭാഗത്ത് നല്ല ഇരുട്ടുള്ള സ്ഥലമാണ്. ഹല്ലേലൂയ. അപ്പൊ എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ കർണാടകയിലുള്ള ബ്രാഹ്മണനായ സായിറാം ബാബുവിനെ എനിക്ക് കാണണം. അദ്ദേഹം എന്ത് പറയണമെന്നുള്ള എനിക്കൊന്ന് കേൾക്കണം. പക്ഷെ എന്നെ ആരും കാണരുത്. ഇരുട്ടുള്ള സ്ഥലത്ത് ബോക്സിന്റെ അടിയിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ആരെയാണോ കാണണ്ട എന്ന് ശ്രമിച്ച ആ വ്യക്തി എന്നെ കാണുന്നതിനില്ല. എനിക്ക് കാസറ്റ് തന്ന, ഞാൻ വാടകയ്ക്ക് കൊടുത്ത ബിന്ദു സിസ്റ്റർ സുഖ ബ്രദറാണ്. അവരന്ന് അവിടെ കൺവെൻഷൻ വന്നു. അവർ ഓടി വന്നിട്ട് അയ്യോ പൈസലോടെന്നൊക്കെ പറഞ്ഞ് ഓടി വന്ന് പറഞ്ഞു, ബ്രദർ എന്താണ് ഇവിടെ വന്നത്? അപ്പൊ ഉടൻ തന്നെ ഞാൻ ഒരു ചെറിയ കള്ളം പറഞ്ഞു. ഞാൻ റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ചുമ്മാ ഇങ്ങോട്ട് കയറിയതാണ്. നിങ്ങളൊക്കെ ഇരിപ്പോട്ടെ, നിങ്ങൾ ജീവിതത്തിൽ പോലും കള്ളം പറയാത്ത വിശുദ്ധരായ ഹല്ലേലൂയ. ഫസ്റ്റ് ഇവിടുത്തെ വിശ്വാസികളെ സംബന്ധിക്കും ഞാൻ അന്ന് കുറച്ച് കള്ളമൊക്കെ പറയേണ്ടി വന്നു. കാരണം രക്ഷിക്കപ്പെട്ട സമയത്ത് എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ചുമ്മാ ഇങ്ങോട്ട് കയറിയതാണ്. അവർ വിട്ടില്ല കേട്ടോ. അവരെന്നെ കൈ പിടിച്ചിട്ട് നേരെ റോബിൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. റോബിൻ സാർ നമ്മുടെ സാറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇതുപോലെയായിരുന്നു ഒരു വെള്ള ഡ്രസ്, ഇതേപോലെ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് അദ്ദേഹം പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. എനിക്ക് തിരിച്ചറിഞ്ഞോളൂ, ഞാൻ തിരിച്ച് ഷേക്ക് എന്നോട്. എനിക്ക് തിരിച്ച് പ്രൈസ് ദി ലോർഡ് സ്തോത്രം എന്ന് പറയാൻ എനിക്കറിയത്തില്ല. പാസ്റ്റർ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളൊക്കെ വലിയ ഹിന്ദുക്കളല്ലേ, നിങ്ങളുടെ വീട്ടിൽ വരാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായിരുന്നാലും ബ്രദർ ഇവിടെ വെച്ച് കണ്ട വലിയൊരു അത്ഭുതമാണ്. ഈ വരുന്ന വെള്ളി ശനി ഞാൻ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്, അവിടെ കടന്നു വരുമോ എന്ന് ചോദിച്ചാൽ ശരി ഞാൻ കടന്നു വരാം. പക്ഷെ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു CSI പള്ളിയല്ല, അതൊരു RC പള്ളിയല്ല, അതൊരു പെന്തക്കോസ്ത് പള്ളിയല്ല. എനിക്ക് പക്ഷെ ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ അവിടെ എങ്ങനെ പോകും, അവിടെ ഭയങ്കര കയ്യടി ബഹളവും ആരാധനയൊക്കെ ഉള്ളതല്ലേ. ഞാനിങ്ങനെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് രണ്ട് മനുഷ്യർ എൻ്റെ പുറകിൽ നിൽക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആളിനെ കാണാനില്ല. ഞാനിങ്ങനെ കസേര ഇരുന്നിട്ട് പോകണോ എന്നുള്ള ടെൻഷൻ പിടിച്ചിരിക്കുമ്പോൾ ഈ ചെവിയുടെ അടുത്ത് ഒരു മനുഷ്യൻ നിൽക്കുന്നു. ഈ ചെവിയുടെ അടുത്ത് ഒരു മനുഷ്യൻ എന്നോട് പറയുന്നു, നീ ഇവിടെ പോകരുത്, നീ പോയി കഴിഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് ഇടത് സൈഡിൽ ഒരു വ്യക്തി പറയുന്നു, ഹല്ലേലൂയ, നീ ഒരിക്കലും പോകരുത്. അതേസമയം വലത് സൈഡിൽ ഒരു വ്യക്തി പറയുന്നു, നീ ഇവിടെ പോകണം, നീ പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഭയങ്കര വിടുതലായി തീരും. രണ്ട് വ്യക്തികൾ എന്റെ ചെവിയുടെ സൈഡിൽ നിന്ന് മാറി സംസാരിക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആളിനെ കാണാനില്ല. സൗണ്ട് എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ കഴിയും. അന്ന് രാത്രി ഞാൻ പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മയോടൊക്കെ കള്ളം പറഞ്ഞ് ഞാൻ ജംഗ്ഷൻ വരെ പോകണമെന്ന് പറഞ്ഞ് പൂങ്കുളത്ത് അവിടെ ജഡ്ജിയുടെ വീട്ടിലായിരുന്നു അന്ന് ആരാധന. ഫസ്റ്ററിയാം ജഡ്ജി ഹൈക്കോടതി ഈ ട്രാൻസ്ഫർ ആയിക്കാരൻ അവിടെ വെച്ചാണ് ആദ്യത്തെ പ്രവർത്തനം. ഞാൻ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ചെറിയൊരു സിറ്റ് ഔട്ട്, ഒരു ഹാള്, ബെഡ്റൂം, കിച്ചണൊക്കെ ഉള്ള സ്ഥലമാണ്, വീടാണ്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഈ അവിടെ കുടുംബമായിട്ടാണ്, അച്ഛനും അമ്മയും മക്കളൊക്കെ ഒരുമിച്ചാണ്, അങ്ങനെയാണ് ഇരിക്കുന്നത് അവിടെ.
എല്ലാവരും ഇങ്ങനെ മുട്ടുമേലിങ്ങനെ നിന്നിട്ട് കരയുന്നു. കുറെ പേര് ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഒരുപാട് പേര് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരു പാസ്റ്ററുണ്ട്, പാസ്റ്റർ ഇങ്ങനെ ഒരുപാട് ആലോചനയൊക്കെ പറയണതൊക്കെ പറയുന്നു. ഞാൻ നോക്കിയപ്പോൾ എവിടെ ഇരിക്കാൻ പറ്റും? ഞാൻ നോക്കിയപ്പോൾ ഒരു ബെഡ്റൂമിന്റെ സൈഡിൽ നോക്കിയപ്പോൾ കുറെ കൊച്ചു കുട്ടികൾ പേപ്പറൊക്കെ എന്തൊക്കെ ചുരുട്ടിയൊക്കെ എന്തൊക്കെ ചെയ്യുന്നു. അപ്പം മനസ്സിലായി എനിക്ക് പറ്റിയ സ്ഥലം അവിടെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ആ കുട്ടികളിരിക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ അങ്ങനെ ഇടത് സൈഡിലോട്ട് പോയി. ആ റൂമിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾക്കറിയാമോ, ഇതുപോലെ ഈ ഡോർ കംപ്ലീറ്റ് അടച്ചു വെക്കാൻ പറ്റത്തില്ല. അവിടെ അവിടെ മൊസൈക്ക് ആയിരുന്നു. അപ്പൊ മൊസൈക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ഒരേയുന്ന സൗണ്ട് ആയതുകൊണ്ട് കംപ്ലീറ്റ് ഇങ്ങനെ വെച്ചിരിക്കും, ഇങ്ങനെ കോണോട്ടിരിക്കും. 3-4 വിജാഗരി ഉള്ളതുകൊണ്ട് ഈ വിജാഗരിയുടെ ഇടയിൽ നിന്നുകൊണ്ട് ഈ അവിടെ ഫ്രണ്ട് കാണാൻ പറ്റും. പക്ഷെ എന്നെ കാണാൻ പറ്റില്ല. എവിടെ പോയാലും ഞാൻ ഇതേപോലെ ചില സ്തോത്രം ഹല്ലേലൂയ. ഞാൻ ഈ പുറകിൽ ഇരുന്നിട്ട് ഈ വിജാഗരിയുടെ ഇടയിൽ കൂടി പാസ്റ്ററേയും ഗസ്റ്റിനെ എനിക്ക് കാണാൻ പറ്റും. പക്ഷെ എന്നെ കാണാൻ പറ്റത്തില്ല. ഞാൻ ഈ പിള്ളേരെ കൂട്ടത്ത് അങ്ങനെ ഇരിക്കുകയായിരുന്നു. എല്ലാവരുടെ മേലെ തലയിൽ കൈവച്ച് ഒത്തിരി ദൂതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഈ മൈക്ക് പാസ്റ്റർ കൊടുക്കുന്ന സമയം ഞാൻ വെച്ച് രക്ഷപ്പെട്ട് എന്നെ കണ്ടില്ല. പക്ഷെ തിരിച്ചു കൊടുത്തല്ലോ നടന്നൂടെ. അത് കഴിഞ്ഞിട്ട് ഈ ആളുകളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കറങ്ങിയടിച്ച് വന്നിട്ട് എന്റെ തലയിൽ തന്നെ കൈവെക്കാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു മനുഷ്യനെ കർത്താവിന് വേണമെങ്കിൽ. ഹല്ലേലൂയ. തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, മകനെ നീ ഇവിടെ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. ഹല്ലേലൂയ. ഇന്നലെ രാത്രി നീ 2 ശബ്ദം കേട്ടില്ലായിരുന്നോ? അതിൽ ഒരു ശബ്ദം എന്റെ ശബ്ദമായിരുന്നു. വാസ്തവത്തിൽ ഞാൻ തകർന്നു പോയി കേട്ടോ. ഞാൻ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കാരണം ഞാൻ ഒരുപാട് പ്രശ്നക്കാരുടെ കൈനോട്ടക്കാരുടെ തത്വമെടുത്ത് ഇവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഒരു ഉദ്ദേശം വെച്ചൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ, ഉദ്ദേശം വെച്ച്. പക്ഷെ ഒരാൾക്ക് പറഞ്ഞിട്ട് മിക്കവാറും റൗണ്ട് ചെയ്ത് ഒരു 7ാമത്തെ 8ാമത്തെ ആളിൽ ഇത് തന്നെ ആയിരിക്കും പറയണം. ഇവരിങ്ങനെ സ്ഥിരം ഈ കോപ്പി പേസ്റ്റ് ആണ്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഉദ്ദേശം. പക്ഷെ ഇന്നലെ രാത്രി കാരണം എന്റെ സഹോദരിയോടോ എന്റെ അമ്മയോടോ ആരുടെ പറയാത്ത കാര്യം പറയുന്നു. നീ ഇന്നലെ 2 ശബ്ദം കേട്ടില്ലേ? അതിൽ ഒരു ശബ്ദം എന്റെ ശബ്ദമായി. ഞാൻ തകർന്നു പോയി. ഞാൻ പോകാൻ പാടില്ലാത്തത്, കഴിക്കാൻ പാടില്ലാത്തത്, ഞാൻ ഇങ്ങനെ പോയി. ഞാൻ ഈ വെങ്ങാന്റെ സ്കൂളിലാണെങ്കിലും കൂടുതൽ സമയം ഞാൻ കോളത്തായിരുന്നു. അല്ലെങ്കിൽ എന്റെ സ്കൂള് ഒരുപക്ഷെ പലരും ചോദിക്കുന്ന ഒരു കോളത്താണെന്ന് പോലും പലരും ചോദിച്ചിട്ടുണ്ട്. ക്ലാസ്സിൽ കയറാത്ത വ്യക്തിയായിരുന്നു, പഠിക്കാത്ത വ്യക്തിയായിരുന്നു. എന്റെ അമ്മ ട്യൂഷൻ ഫീസ് കൊണ്ടുവരുമ്പോൾ പലപ്പോഴും പറയുന്നു, അവ ഇവിടെ ഇല്ല, അവൻ മിക്കവാറും കോളത്തായിരിക്കും എന്ന് പറയും. ഹല്ലേലൂയ. എന്റെ കർത്താവ് എന്നെ പിടിച്ചു വെച്ചു അവിടെ വെച്ച്. ഹല്ലേലൂയ. അവിടെ വെച്ച് ഒത്തിരി പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയ കർത്താവിന്റെ കുഞ്ഞുങ്ങൾ, ഞാൻ എന്റെ വാക്കുകളിലൂടെ വിരാമം താല്പര്യപ്പെടുന്നു. ഒരുപാട് ഇനി ഒരിക്കൽ വരുമ്പോൾ ബാക്കി സാക്ഷ്യം ഞാൻ പറയാം. അല്ലെങ്കിൽ കർത്താവ് സഹായിക്കട്ടെ. ഈ ദൈവം നമ്മുടെ ദൈവം. ഇന്ന് വരെ അവൻ എന്നെ കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്തു. ഓരോ നിമിഷവും ഞാൻ നിങ്ങൾ പറയും, ഈ കർത്താവിനെ ഞാൻ എങ്ങനെ പ്രസംഗിക്കാതിരിക്കും? ഈ കർത്താവിനെ ഞാൻ എങ്ങനെ ഉയർത്താതിരിക്കും? ഒരു ചെറിയ വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. കർത്താവ് ശരണപ്പെടുന്നു. വേഗം ഒരു 10 മിനിറ്റ് കൊണ്ട് വേഗം ഞാൻ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വേഗത്തിൽ വായിക്കാം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. അനന്തരം സ്വർഗത്തിലെ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം, നീ ഇവിടെ കയറി വരിക, മേലിൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരും. ഭയങ്കര വിക്കായിരുന്ന എനിക്ക് ഒരിക്കൽ ഈ പൂങ്കുളം മേറ്റി ചർച്ചിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ മോശ മുൾപ്പടർപ്പിൽ ഇങ്ങനെ കത്തിപ്പോകുന്നതും എന്നാൽ അത് വെന്തു പോകാതിരിക്കുന്നത്, ആ മുൾപ്പടർപ്പ്, ആ ഒരു തീയുടെ വിഷയം പറഞ്ഞ സമയത്ത് യെശയ്യാവിന്റെ നാക്കിൽ ഒരു തീ കഷ്ണം കണ്ടപ്പോൾ യെശയ്യാവിന്റെ നാക്ക് പൊള്ളി അവൻ ആശുപത്രി കൊണ്ടുപോയി എന്നല്ല എഴുതിയിരിക്കുന്നത്. ആ തീ അവന്റെ നാക്കിന് ശുദ്ധിയുള്ളതായി തീർന്നതുപോലെ ആ ഒരു ഉപവാസ പ്രാർത്ഥനയെ ദൈവം എന്റെ നാക്കിന്റെ കെട്ടിനെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് എനിക്ക് 2 വാക്കൊക്കെ ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നത്. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന ഞാൻ കണ്ടു. ഈ പുസ്തകം എഴുതിയത് യോഹന്നാനാണ്. യോഹന്നാൻ പ്രധാനമായി 5 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു സുവിശേഷം, 3 ലേഖന ഭാഗങ്ങൾ. ഏവർക്കും ഒരു ക്രിസ്തീയ പൈതലിന് പ്രത്യാശയും ഒരുപക്ഷെ വളരെയധികം ആത്മാവിൽ വളരെ പ്രകാശനം ഉണ്ടാകുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകം വായിക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഇത് പ്രമാണിക്കുന്നവരും അതേ ഭാഗ്യമുള്ള മുഖവരെയൊന്നും കൂടാതെ ഇതിൽ പറയുന്ന ഒരു കാര്യം വളരെ വേഗത്തിൽ ഞാൻ പറയും. ആ കാലഘട്ടത്തിൽ ഡൊമീഷ്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന കാലത്ത്
എഫെസോസ് സഭയിലെ പാസ്റ്ററായിരിക്കുന്ന യോഹന്നാനെ പത്മോസ് ദ്വീപിലോട്ട് നാടുകടത്തി. സാധാരണ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള അവനെ തിളച്ച എണ്ണയിലിട്ടെന്ന് പറയുന്നു. ഒന്നും സംഭവിക്കില്ല. തിളച്ച എണ്ണയിലിട്ടാൽ പപ്പടം പൊള്ളി വരുന്നവനെ പൊള്ളി വരേണ്ട യോഹന്നാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ തമാശയായിട്ടല്ല, ചിരിക്കാനായിട്ട് എഴുതിയിരിക്കുന്നു. സ്വിമ്മിംഗ് പൂളിൽ എങ്ങനെ നമുക്ക് കളിക്കാൻ പറ്റും അതുപോലെ യോഹന്നാൻ അവിടെ കിടന്ന് കളിച്ചെന്നാ പറയുന്നത്. തിളച്ച എണ്ണയിലിട്ട് തന്നെ ഒരു പാറപ്പുറത്തുനിന്ന് എടുത്ത് താഴോട്ട് തള്ളിയിട്ട് അവിടെ വെച്ച് ഒന്നും സംഭവിച്ചില്ല. അവസാനം തടവുകാരെ നാടുകടത്തുന്ന പത്മോസ് ദ്വീപിലോട്ട് നാടുകടത്തി. പത്മോസ് ദ്വീപിലോട്ട് നാടുകടത്തിയപ്പോൾ യോഹന്നാൻ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ തനിക്ക് മുമ്പായി നാടുകടത്തപ്പെട്ടവരുടെ അസ്ഥി കഷ്ണങ്ങൾ മാത്രം അവിടെ കിടക്കുന്നു. തന്നെ സ്തോത്രം. ചില മിനിറ്റുകൾ കഴിയുമ്പോൾ തന്റെ ജീവിതത്തിലും ഇതുപോലെ താനും ഒരു അസ്ഥി കഷ്ണമായിട്ട് മാറേണ്ടതാണ്. എന്നാൽ ഇവിടെ പറയുന്നു സ്വർഗത്തിലെ വാതിൽ ദൈവം അവിടെ തുറന്നു വയ്ക്കാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ വാതിലുകളും അടയുമ്പോൾ ദൈവം ഉയരത്തിലെ വാതിലുകൾ തുറന്നു. വാസ്തവത്തിൽ നിങ്ങൾക്ക് കേൾക്കണമോ, യോഹന്നാൻ ഇതല്ല കണ്ടത്, യോഹന്നാൻ ഇതല്ല കാണാൻ ശ്രമിച്ചത്. തന്നെ കടിച്ചു കീറുവാൻ കാത്തു നിൽക്കുന്ന ചെന്നായ്ക്കളുണ്ട്. താൻ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്റെ ഫ്രണ്ടിൽ കുറെ അസ്ഥി കഷ്ണങ്ങൾ കിടക്കുന്നു. തന്നെ കടിച്ചു കീറുവാൻ ചെന്നായുണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്. തന്റെ 4 പാടും ക്രൂര മൃഗങ്ങൾ കാത്തിരിക്കുമ്പോൾ യോഹന്നാൻ ഈ ക്രൂര മൃഗങ്ങളുടെ സൗണ്ട് അല്ല താൻ കേട്ടത്. താൻ കേട്ടത് ഉയരത്തിലെ സൗണ്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ അപായപ്പെടുത്തുവാൻ, ഇല്ലെങ്കിൽ നമ്മളെ കളിയാക്കുവാൻ, നമ്മളെ ഉപദ്രവിക്കാൻ, നമ്മുടെ ചുറ്റും നമ്മുടെ അയൽ വീട്ടുകാർ ഉൾപ്പെടെ പലരും നമ്മളെ കളിയാക്കി ഉപദ്രവിക്കുകയും ഇല്ലെങ്കിൽ അപവാദങ്ങൾ പറയുകയും ശ്രമിക്കുമ്പോൾ ആ വാക്കുകളല്ല നമ്മൾ കേൾക്കേണ്ടത്. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാട് നിന്ദകളും പരിശോധനകളും വേദനകളും വരുമ്പോൾ യോഹന്നാൻ ചെയ്തതുപോലെ ആ 4 ചുറ്റും നമ്മൾ നോക്കരുത്, ഉയരത്തിലേക്ക് നമ്മൾ നോക്കണം. ഹല്ലേലൂയ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പറയുന്നു, അനന്തരം സ്വർഗത്തിലെ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം. എന്തുകൊണ്ട് യോഹന്നാൻ ഇത് കണ്ടു എന്ന് ചോദിച്ചാൽ യോഹന്നാനോട് പറയും, സ്തോത്രം, കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം. അതൊന്ന് വായിക്കുമോ? കാഹളനാദം പോലെ കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം, എഫെസോസ് സഭയിൽ താൻ കേട്ടുകൊണ്ടിരുന്ന അതേ സൗണ്ട് പത്മോസ് ദ്വീപിൽ കേട്ടെന്ന്. അന്ന് മൊബൈൽ ടവർ ഇല്ല, വൈഫൈ ഇല്ല, ഏതൊരു നെറ്റ്വർക്ക് സംവിധാനങ്ങളും ഒന്നുമില്ല. താൻ എഫെസോസ് സഭയിൽ പാസ്റ്റർ ആയിരിക്കുമ്പോൾ താൻ കേട്ടുകൊണ്ടിരുന്ന അതേ സൗണ്ട് താൻ പത്മോസ് ദ്വീപിൽ കേട്ടു. അങ്ങനെ ഒരിക്കലും കേൾക്കാൻ പറ്റത്തില്ല. താൻ കേൾക്കേണ്ടത് ക്രൂരമൃഗങ്ങളുടെ സൗണ്ടാണ്. എന്നാൽ തന്നെ നാട് കടത്തിയപ്പോൾ താൻ കേട്ടത് യേശുവിന്റെ സൗണ്ട്. എന്തുകൊണ്ട് കേട്ടെന്ന് ഞാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഈ എഫെസോസ് സഭയിലായിരിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ പലരും പള്ളിയിൽ വരണം എങ്ങനെയെന്ന് അറിയാമോ? ഒരു പ്രശ്നം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കടഭാരം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, ഒരു തകർച്ച വരുമ്പോഴാണ് പലരും അത് ചർച്ചയിൽ വരുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഞാനൊരു ദൂത് പറയാം. ഈ എഫെസോസ് സഭയിൽ നല്ല ബിരിയാണി, നല്ല ആരാധനയും ഇഷ്ടംപോലെ വിശ്വാസികൾ ഉള്ളപ്പോൾ യോഹന്നാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവൻ ദൈവ ശബ്ദം കേൾക്കുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ കർത്താവിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി ഒരു അടുത്ത ആഴ്ചയപ്പോൾ താൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോഴും അതേ സൗണ്ട് യോഹന്നാന് കേൾക്കാൻ പറ്റി. നമ്മുടെ ജീവിതത്തിൽ ATM-ൽ പൈസ ഉള്ളപ്പോൾ, നമുക്ക് ബാങ്ക് ബാലൻസ് ഉള്ളപ്പോൾ, എസ്റ്റേറ്റ് ഉള്ളപ്പോൾ, ഇതെല്ലാം ഉള്ളപ്പോൾ നമ്മൾ ദൈവ ശബ്ദം കേൾക്കുന്ന വ്യക്തിയായി തീരണം. അങ്ങനെ ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഒരുപക്ഷെ ഒരു വേദന വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ നിങ്ങൾക്ക് കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ തന്നെ പറഞ്ഞു, എന്റെ ആടുകൾ എന്റെ സൗണ്ട് കേൾക്കുന്നു. അതെങ്ങനെയാണെന്നറിയാമോ? ആ നാളുകളിൽ പാലസ്തീൻ നാട്ടിൽ ഒരാൾക്ക് 100 ആടുണ്ടായിരിക്കെ. അപ്പോൾ ഒത്തിരി ആടുകളുള്ള യജമാനന്മാർ ആടുകളെല്ലാം കൊണ്ട് പാലസ്തീൻ നാട്ടിൽ കൊണ്ടിടും. എന്നിട്ട് തങ്ങൾ ഈ യജമാനന്മാർ പാറപ്പുറത്ത് വിശ്രമിച്ചതിന് ശേഷം വൈകിട്ട് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും. ഈ പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുമ്പോൾ കിഴക്ക് നിന്ന് ഒരു ഇടയിൽ ഒരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ തന്റെ 100 ആടുകൾ കിഴക്കോട്ട് വരും. പടിഞ്ഞാറ് നിന്ന് ഒരു യജമാനൻ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കുമ്പോൾ അവന്റെ 100 ആടുകൾ അങ്ങോട്ട് പോകും. പക്ഷേ സൗണ്ട് കേൾക്കാത്ത ഈ ആട് അവിടെ. അതുകൊണ്ടാണ് ഒരാൾക്ക് 100 ആട് ഉണ്ടായിരിക്കെ ഒരെണ്ണം തെറ്റിപ്പോയാൽ അവന് സൗണ്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല. 4 സൈഡിൽ യജമാനന്മാരുണ്ട്. എന്നെ വിളിച്ചത് അപ്പുറത്താണോ ഇപ്പുറത്താണോ കൺഫ്യൂഷൻ വരും. പ്രിയ കർത്താവിന്റെ കുഞ്ഞുങ്ങളെ, ഈ നാളുകളിൽ നമ്മൾ ദൈവ ശബ്ദം കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ രോഗങ്ങൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും, കണ്ണുനീരിന്റെ അവസ്ഥകൾ വന്നാലും നമ്മൾ സ്വന്തം ഭയപ്പെടേണ്ട.
നമ്മുടെ ജീവിതം പത്മോസ് ദ്വീപ് പോലെ ഏറ്റവും കഠിനകരമായ അവസ്ഥയിൽ വന്നാലും അവിടെയും ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ ഒരു ദൂത് കൂടെ ഉണ്ട്. എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്. ദൈവം ഒരിക്കൽ മാത്രം സംസാരിക്കുന്ന വ്യക്തിയല്ല, ദൈവം വീണ്ടും വീണ്ടും നമ്മോട് സംസാരിക്കുന്ന വ്യക്തിയല്ല. വേഗം ഒരൊറ്റ സ്തോത്രം. അവിടെ പറയും എന്നോട് സംസാരിച്ച് കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട് ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ വെറുതെ വിളിക്കുന്ന ഒരു ദൈവമല്ല. ഈ നാളുകളിൽ കർത്താവ് നമ്മെ കുറിച്ച് വിളിച്ചിരിക്കുന്നു. അത് തകർച്ചയിലോട്ട് വ്യക്തിക്ക് മുന്നോട്ട് പോകുമ്പോൾ ദൈവം പറയുന്നു നീ ഇവിടേക്ക് കയറി വരിക. വാസ്തവത്തിൽ ചില മിനിറ്റുകൾ കഴിയുമ്പോൾ തന്നെ കടിച്ചു കീറാൻ കാത്തു നിൽക്കുന്ന ചെന്നായ്ക്കളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കുന്ന ഒരു കർത്താവല്ലേ. അവിടെ പറയുന്നു നിന്നെ ദൈവം ഹല്ലേലൂയ മുകളിലോട്ട് കൊണ്ടുപോകുന്ന ഒരു കർത്താവാണ്. അതുകൊണ്ടാണ് പറയുന്നു നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി തന്നെ ശുദ്ധ പാറമേൽ നിർത്തി പിന്നെ നിന്റെ ഗമനത്തെ അവൻ സുസ്ഥിരമാക്കി മുന്നോട്ട് പോകുന്ന ഒരു കർത്താവ്. ഹല്ലേലൂയ. മുങ്ങി താണുകൊണ്ടിരിക്കുമ്പോൾ പലരും പറയും അതേ സ്തോത്രം, അങ്ങോട്ട് കൈയടിക്ക് ഇങ്ങോട്ട് കൈയടിക്ക്, ഇല്ലെങ്കിൽ കാലുകൾ മടക്കിയടിക്ക്. പലരും പറയും എന്റെ കർത്താവ് നീന്തൽ ക്ലാസ് എടുക്കാൻ വന്നൊരു വ്യക്തിയല്ല. മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ലോകത്തിലെ മകനങ്ങളെല്ലാം അത് ലോകത്തിലെ തത്വസംഹിതങ്ങളെല്ലാം അത് ഉപദേശങ്ങളും അത് കാര്യങ്ങളും മാത്രം പറയുമ്പോൾ എന്റെ കർത്താവ് നിന്നെ പാപിയായ അവസ്ഥയിൽ നിന്ന് നിന്നെ വലിച്ചു കയറ്റി പാറമേൽ നിർത്തി നിന്റെ ഗമനത്തെ സുസ്ഥിരമാക്കാൻ അത് കഴിവുള്ള ഒരു കർത്താവാണ്. നീ കർത്താവിന്റെ ഹൃദയം അത് മാത്രം കൊടുത്താൽ മതി. ഹല്ലേലൂയ. ഇവിടെ നേർച്ച കാഴ്ചകൾ വേണ്ട, അത് നിന്റെ പൈസ വേണ്ട, കാര്യങ്ങളൊന്നും വേണ്ട. യേശുവിന്റെ ഹൃദയത്തിൽ അത് മാത്രം കൊടുക്കാൻ മതി. ഹല്ലേലൂയ. എന്റെ കർത്താവ് വെറുതെ വിളിക്കുന്ന ഒരു കർത്താവ്. ഇവിടെ പറയുന്നു മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. നാളെ നിങ്ങളുടെ കുഞ്ഞിന്റെ അവസ്ഥ എന്തായിത്തീരും നിങ്ങൾക്ക് അറിയത്തില്ല, എന്നാൽ യേശുവിനെ അറിയാം. നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു നിങ്ങളുടെ നിത്യത വരെ നടത്തും. അതെ, നിങ്ങളുടെ ഭവനത്തിന്റെ പണി പകുതിയായിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കണം എങ്ങനെ നിങ്ങൾക്ക് അറിയത്തില്ല. ദൈവം പറയുന്നു മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരും. അതെ, അടുത്ത് എന്താണ് സംഭവിക്കാനുള്ള കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടായിരിക്കും. അത് പൂർത്തിയാക്കിയാൽ എന്ത് ജോലി കിട്ടുമെന്ന് നിങ്ങൾക്കറിയത്തില്ല. എന്റെ കർത്താവ് പറയുന്നു മേലാൽ സംഭവിക്കാനുള്ളത് അത് ഞാൻ നിനക്ക് കാണിച്ചു തരും. അത് ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യതയുടെ ഈ നാളുകൾ അതേ കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി ഒന്ന് നമ്മൾ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരമ്മ മറന്നാലും മറക്കാത്തവനായ ദൈവം, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറന്നാലും ഒരിക്കലും മറക്കാത്ത ഈ യേശുവിനോടൊപ്പം ഒരുപക്ഷെ യാത്ര ചെയ്യാമോ? എന്റെ കർത്താവ് നിന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഈ നാളുകൾ അതേ കർത്താവ് പറയുന്നു നീ എനിക്ക് വിലയേറിയവനാൽ ഞാൻ നിന്നെ നിത്യം സ്നേഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പായിരുന്നാലും അതേ ഈ കർത്താവിനെ ഹിമം പോലെ വെളുപ്പിക്കാൻ കഴിയും. ഹല്ലേലൂയ. അതേ പ്രാർത്ഥിക്കണമെന്നവർക്ക് പ്രാർത്ഥിക്കാം, കരയണമെന്നുള്ളവർക്ക് കരയാം. തന്റെ ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കുന്നുള്ളവർക്ക് ഒരുപക്ഷെ യേശുവിനെ കൊടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കണമെങ്കിൽ ഈ യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. എന്റെ ദൈവം പോസ്റ്റ് പറയുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ. അവൻ വഴിയിൽ വിട്ടേക്ക് തെളിയുന്ന ദൈവമല്ല. അന്ത്യം വരെയും അവൻ നിന്നെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. അവന്റെ ആ പടകിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവൻ അക്കരെ തന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ജീവിതത്തിൽ പത്മോസിന്റെ അനുഭവങ്ങൾ വന്നിരിക്കാം. ഒരുപക്ഷെ ഒത്തിരി പ്രതികൂലങ്ങൾ വന്നിരിക്കാം. ഒരുപക്ഷെ ഒരുപാട് തകർച്ചകൾ വന്നിരിക്കാം. ഒരുപക്ഷെ യോഹന്നാൻ പോലെ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥകൾ വന്നിരിക്കാം. എല്ലാവരെയും കൈവിട്ട അവസ്ഥ വന്നിരിക്കാം. ചുറ്റും അസ്ഥികഷ്ണങ്ങൾ മാത്രം, ഒരു വാക്ക് പോലും പറയാൻ പറ്റാത്ത വിധമുള്ള അവസ്ഥകൾ ജീവിതത്തിൽ വന്നിരിക്കാം. ഒരുപക്ഷെ ഒന്ന് കൈകോർത്ത് അത് പ്രാർത്ഥിക്കുവാൻ പോലും ആരുമില്ലാത്തവരും അസ്ഥികഷ്ണങ്ങൾ മാത്രമുള്ള ഒരു അസംഭവമായിരിക്കാം. ഇനി എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുമെന്നുള്ളത് വളരെ വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ യോഹന്നാനെ പോലുള്ള ഏതെങ്കിലും വ്യക്തി ജീവിതമുണ്ടെങ്കിൽ, ഒരുപക്ഷെ പത്മോസ് ദ്വീപിന്റെ അനുഭവം പോലെ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് പറയുന്നു അതെ, അനന്തരം സ്വർഗത്തിലെ വാതിൽ നിനക്കായി ദൈവം തുറന്നു വെച്ചിരിക്കുന്നു.